എല്ലാരും ഇവിടെ പറയുന്നത് ഗാദാ ജാമില്ലേ ചായ അത് രാവിലെ നോക്കിയപ്പോ ഭയങ്കര കാഴ്ചയായിരുന്നു. മറ്റേ ഹിറ്റ്ലർ ബ്രദേഴ്സ് ഒക്കെ ഇല്ലേ, പ്രിൻസ് നടക്കുന്ന സൈഡില് 4 ഗേൾസ്. നിങ്ങൾ ശരിക്കും കിളികളെ പോലെ ഉണ്ട് കേട്ടാ. ഒരു മലർന്നുള്ള കോപം അഴകിനഴകി കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ള കോപം അഴകിനഴകി ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുള്ളും കുളിരും കുളിരേ കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ള കോപം അഴകിനഴകി. Hi guys, good morning. Welcome to another beautiful day from Kochi. Welcome to our new vlog. ഇന്ന് നമ്മൾ മാളിയക്കലിലാണ്. ഇന്നലെ നമ്മളിവിടെ വന്ന് ഫുൾ ഡേ റിലാക്സിംഗ് ഉള്ള വ്ളോഗ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കിടിലം പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ മാസത്തെ ഫോട്ടോഷൂട്ടും ആഡ്സും എല്ലാം ഷൂട്ട് ചെയ്യുന്ന ഇവിടെ വെച്ചാണ്. മോഡൽസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിൻസ് ഉണ്ട്, നമ്മുടെ സ്റ്റാഫ് ഉണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ റിസോർട്ട് മാളിയക്കൽ റിട്ടേൺസിൻ്റെ വെളിയിലേക്ക് പോകണ്ട, എല്ലാം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. അത്രയും ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ് ആണ്. കുറേ ബ്യൂട്ടിഫുൾ ഗേൾസിനെയും കാണാം, ബ്യൂട്ടിഫുൾ ഡ്രസ്സസും കാണാം. ഒരു കളർഫുൾ വ്ളോഗ് ആയിരിക്കും ഇത്. എന്തായാലും ആദ്യമേ എല്ലാവരും പോയി പരിചയപ്പെടാം. ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അത് എല്ലാ ലേഡീസിനും ഹെൽപ്ഫുൾ ആയിരിക്കും, സ്പെഷ്യലി പീരിയഡ്സ് ടൈമിൽ. ഇതാണ് എവറീവിൻ്റെ ഇലക്ട്രിക് ഹീറ്റിംഗ് പാഡ് ആൻഡ് മെനസ്ട്രൽ മസാജർ വിത്ത് ബെൽറ്റ്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് പീരിയഡ്സ് ടൈമിൽ വയറുവേദന കൂടുമ്പോൾ നമ്മൾ വാട്ടർ ബാഗ് വെക്കുമല്ലോ, അതിന് പകരമാണ് ഈ പാഡ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 ലെവൽ ഓഫ് ഹീറ്റിംഗും ഉണ്ട്, 3 ലെവൽ ഓഫ് മസാജിങ്ങും ഉണ്ട്. ഇതിന് ഹീറ്റിങ്ങും മസാജറും ഉള്ളത് കൊണ്ടിട്ട് പീരിയഡ്സ് സമയത്ത് ഭയങ്കര സുഖമാണ്. മാത്രമല്ല അത് കോർഡ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ഈസിലി കൊണ്ട് നടക്കാനും പറ്റും. ഇത് ക്വയറ്റ് ആയതുകൊണ്ട് ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമുക്ക് ക്യാരി ചെയ്യാനും യൂസ് ചെയ്യാനും. മാത്രമല്ല ഇത് പീരിയഡ്സ് ടൈമിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് റിലീഫ് കിട്ടും. അപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ആദ്യം നമ്മളെല്ലാരും പരിചയപ്പെടാൻ പോവാണ്. അതെ, ആദ്യം നമ്മുടെ ക്യാമറമാനെ പരിചയപ്പെടുത്തണം. എവിടെ ക്യാമറമാനെ കാണാൻ പാടാണ്. രാവിലെ മറ്റേ ടെർമിനേറ്റർ ലുക്കിലൊക്കെ കയറി വന്നത്, റോബോട്ടൊക്കെ ഇറങ്ങി വരും. അതെ, ആ ലെവലാ. അതെ, ആശിഷ്. നമ്മുടെ ക്യാമറമാൻ അർജുനുണ്ട്. അർജുൻ വെളിയിലുണ്ട്. പിന്നെ സഹാല രാവിലെ പ്രിയ പണി കൊടുത്തിട്ടുണ്ട് മുല്ലപ്പൂ പൊളിക്കാനായിട്ട്. വന്നിട്ടുണ്ട്. ഉറങ്ങാതെ ഇരിക്കുവാണ്. 4 മണിക്കാണ് ഇന്നലെ രാവിലെ എത്തിയത്. ഓക്കെ, എനിക്ക് പരിചയമില്ല. ഫെമിലിയർ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയും. ആരാ ഫെമിലിയർ ആയിട്ട്? എനിക്ക് ഈ കുട്ടീനെ ആദ്യം സെലക്ട് ചെയ്തപ്പോ തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല ഫെമിലിയർ ആയ ഫേസ്. പിന്നെ ഞാൻ തന്നെ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും മോഡലിംഗിലൊക്കെ വെച്ച് കണ്ടതായിരിക്കുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കൈരളി ടിവിയിലെ ആങ്കർ ആയിരുന്നു. ഇതേ പ്രോഗ്രാം അത് കണ്ടുപിടിച്ചത് ഇവരുടെ ഊബർ ഡ്രൈവറാണ്. അല്ല, കുട്ടി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. കൊച്ചി തന്നെയാ. ഓക്കെ, സന്ധ്യ കൊച്ചി തന്നെയാണ്. ഇപ്പൊ കോയമ്പത്തൂരിലാണ്. ഓക്കെ. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാ ഷൂട്ടിനും മേക്കപ്പ് ചെയ്യുന്ന ഫസീല വന്നിട്ടുണ്ട്. മോനാണിത്. ആ ഹെയർ ഡ്രസ്സറാണ്. ഡൽഹിയിലൊക്കെ പോയി പഠിച്ച് ഭയങ്കര സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. ആ കഴിവ് തെളിയിക്കണം. ഇനി പ്രിയയുടെ മുടിയിലായിരിക്കണം. ഞങ്ങൾ നോക്കുന്നതായിരിക്കും. ഫസീലുണ്ട് നമ്മുടെ സ്ഥിരം മേക്കപ്പ് ചെയ്യുന്ന. അതെ, ഇനി എല്ലാവരും കോർഡിനേഷൻ നമ്മൾ ചെയ്യുന്ന ഒരാളുണ്ട്. അവിടെ പൂജ എന്ന് പറഞ്ഞ എവിടെ? പൂജ എവിടെ? പൂജ ഡ്രസ്. ഓക്കെ, രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടുത്താറുണ്ട്. പൂജയുണ്ടല്ലോ. പൂജ തണുപ്പ് കാരണം പ്രിയയുടെ ബാക്കിയാണ്. 5 ഡ്രസ് ഒരു മോഡലുണ്ട്. 5 പിന്നെ 5 ഡ്രസ്. പിന്നെ പൂജയുണ്ട്. പിന്നെ നമ്മുടെ കോർഡിനേറ്റർ. അത് രാവിലെ നോക്കിയപ്പോ ഭയങ്കര കാഴ്ചയായിരുന്നു. മറ്റേ ഹിറ്റ്ലർ ബ്രദേഴ്സ് ഒക്കെ ഇല്ലേ, പ്രിൻസ് നടക്കുന്ന സൈഡില് 4 ഗേൾസും. ഹായ്, ട്രിവാൻഡ്രത്ത് വന്നാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട്. താങ്ക് യു ഫോർ കമ്മിങ്. അപ്പൊ ഹിറ്റ്ലറും നിക്കുന്നുണ്ട് ഇവിടെ. പൂജേനെ മാത്രമേ ഉള്ളൂ കാണിക്കാനായിട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം, വർക്ക് തുടങ്ങാം. റെഡിയാണ്. ആ പ്രിയ കൊടയില്ലാതെ ആരെയും വിടില്ല അല്ലേ?
എന്റെ മോഡൽസ് ഒക്കെ പിന്നെ വേർത്ത് ഒലിച്ച് കറുത്ത് കരിവാളിച്ചു പോവില്ലേ? അത് പാടില്ല അല്ലേ? ക്ഷീണം മുഖത്ത് കാണും. അത് പാടില്ല. ഇവിടെ ഹായ്. ഈ അഞ്ജുവിനെ കാണാനേ എല്ലാരും ഇവിടെ പറയുന്നത് ഗാദാ ജാമില്ലേ ചായ ഉണ്ടെന്ന്. ഏത് ചായയായിരുന്നു ഈ ചായ? സൈഡ് വ്യൂ ഒന്ന് നോക്കണം. ഗാദാ ജാം അല്ലേ? എന്നോട് ക്ഷമിക്കുക, എന്റെ കണ്ടുപിടുത്തമല്ല. അപ്പൊ നമ്മളിത് തുടങ്ങുന്നത് അഞ്ജുവിനെ വെച്ചാണ്. ജുംക്കി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നമ്മൾ ഇത്തവണ കുറച്ച് ബ്രാൻഡ്സിനെ ഫോക്കസ് ചെയ്തും ചെയ്യുന്നുണ്ട്. 3 ബ്രാൻഡ്സ് വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ സ്റ്റോറിന്റെ എല്ലാ ഡ്രസ്സും കൂടെ കാണിക്കുന്ന രീതിയിലും വരുന്നുണ്ട്. സോ ഇത് ജുംക്കിയുടെ ഫസ്റ്റ് കോസ്റ്റ്യൂം. ഇതിലാണ് പൂവിടേണ്ടത്. ആഷിക്ക മരച്ച് കയറ് പൂവിടാൻ. നിങ്ങൾ എല്ലാ റീലും കാണണം കേട്ടോ ഒരു ഹാപ്പി സ്റ്റോറിന്റെ പേജില്. ഗൈസ്, നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്, വാട്സാപ്പ് ചാനൽ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണം. എല്ലാവരും പോയി ഫോളോ ആൻഡ് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. ഡെയിലി കോസ്റ്റ്യൂംസും ഡിക്കോറും എല്ലാം നമ്മുടെ സ്റ്റോറിലുള്ള എല്ലാ കാര്യങ്ങളും ഇടുന്നതായിരിക്കും. സോ അതിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗും ചെയ്യാം. അല്ലാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഷോപ്പിംഗ് ഉണ്ട്. ഓൺലൈൻ നമ്മൾ നന്നായി ഫോക്കസ് ചെയ്യും. ആൻഡ് ഈ പുതിയ കളക്ഷൻസ് ഒക്കെ നമ്മുടെ സ്റ്റോറിലും കൂടെ വന്ന് കാണുക പറ്റുന്നവരൊക്കെ. ഒരു സമാധാനം ഇല്ല ഞങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ? ഇവിടെ പൂ വരുമ്പോ എന്ത് ഫീൽ ആയിരിക്കും എന്നുള്ള കൺഫ്യൂഷനിലല്ലോ എല്ലാരും. എനിക്ക് പ്രിൻസ് ഒന്ന് കാണിച്ചു കൊടുക്കോ എക്സ്പ്രഷൻ? ഇനി കിട്ടില്ല കേട്ടാ. ഞാൻ ഈ വഴി കൊടുക്കും. ആശിഷ് മരത്തിൽ കയറാൻ പോവാ പൂവിടെ. അർജുൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ടല്ല. എന്നാ കേറ്. ടെർമിനേറ്റർ മറ്റേ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാ. മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അയ്യോ, നേരത്തെ ഇന്ന് ഞങ്ങളൊരു കേക്ക് ഒക്കെ അറേഞ്ച് ചെയ്തല്ലോ. പോകുന്ന വഴിക്ക് ഒരു കേക്ക് അറേഞ്ച് ചെയ്യാം. ആക്കിയതാ. ഇന്നത്തെ ലഞ്ച് ആശിഷിന്റെ വക. കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ മതി. 1 2 3 എന്ത് എങ്ങനെ? ഇത് കല്യാണോ? കല്ലെറിയുന്ന പോലെ വരും. എല്ലാ പൂവും കൂടെ ഒരുമിച്ച് വരും. ഇത് കട്ട കട്ടയായിട്ട്. അതാണ് ബെറ്റർ. സോൾട്ട് ബേ ഉപ്പിടുന്ന പോലെ. വേറെ കാര്യം അറിയോ? ക്യാമറമാനും മാത്രമേ മൈക്കുള്ളൂ. ആഷിക്ക് മൈക്ക് വെച്ച് എന്റെ സൗണ്ട് എനിക്ക് കേൾക്കണം. അത് കൊള്ളാം. ഓ സൂപ്പർ സൂപ്പർ, അടിപൊളിയായി. എക്സ്പ്രഷൻ അടിപൊളി, ആർട്ടും അടിപൊളി. ഞാൻ ദൂരെ നോക്കുമ്പോ പ്രിയയുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ പോലെ ഇല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ താമസിച്ച റൂം ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടുള്ള ബ്ലോഗിൽ കിഡിലാണ് ബാംബു ഹൗസ്. അത് ഫുള്ളാണ്, ഇന്ന് ബുക്ക്ഡ് ഔട്ട് ആണ്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് റൂം ഷിഫ്റ്റിംഗ്. ഇപ്പൊ പ്രിയ വഴക്ക് പറയാം, എന്റെ വെയിലത്ത് കടപ്പിക്കാൻ വേണ്ടി ദില്ലു അറിഞ്ഞുകൊണ്ട് ചെയ്തതാന്ന്. നോക്കിക്കോ, മിക്കവാറും അത് പറയും വരും. അതെ, ഒരു കുട പിടിക്കും, ഒരു കുട കഷത്തിലും വെക്കും. ഒരാള് രാവിലെ നിന്ന് യോഗയൊക്കെ ചെയ്യുവാണ് കേട്ടോ. നട്ടുച്ചയ്ക്ക്, സോറി രാവിലെ അല്ല. നമ്മുടെ റൂം മാറ്റി വീണ്ടും മുകളിലേക്കാണ്. എനിക്കൊന്നും പക്ഷെ അവിടെ നിന്ന് നല്ല വ്യൂ ആയിരിക്കും. ലൊക്കേഷൻ എങ്ങനെയുണ്ട്? റിസോർട്ട് എങ്ങനെയുണ്ട്? ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടതായിരുന്നു. ആയിരുന്നല്ലേ? തോന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ തോന്നും. ഇന്നലെ വരെ വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നാൽ മതിയായിരുന്നു. അതെ മതിയായിരുന്നു, ഞങ്ങള് റൂം റെഡിയാക്കി തന്നേരെ. എങ്ങനെയുണ്ട് നമ്മുടെ ലൊക്കേഷൻ? എവിടെ നോക്കിയാലും ഫ്രെയിം അല്ലേ? അതാ പറഞ്ഞ. വേറെ ഇവരുടെ റൂമാണ്. ഈ റൂം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഇത് വേറെ വൈബാണ്. ഇത് കണ്ട താഴെ കിടക്കാൻ ഒരു ദിവാൻ പോലത്തെ സംഭവം. എല്ലാവർക്കും കൂടെ ഇവിടെ നിരന്നുകൊണ്ട് കിടന്നാൽ മതിയായിരുന്നു. അതും വേണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം. നല്ല ആന്റിക് തടിയുടെ സാധനം, കിഡിലൻ ബെഡ്റൂം. ഇതൊന്നും പോരാതെ ഒരു ചെറിയ ബാത്റൂമാണെന്ന് വിചാരിക്കും ഡോറ് കാണുമ്പോൾ. പക്ഷേ ലുക്ക് അറ്റ് ദിസ്, നോക്കിക്കേ. ബാക്ക് വാട്ടേഴ്സ് കണ്ടുകൊണ്ട് ടബില് ജക്കൂസിയിൽ കിടന്ന് കുളിക്കാൻ പറ്റിയൊരു സൗകര്യം. ഹ്യൂജാണ് ബാത്റൂം. ഈ ബാത്റൂം തന്നെ ശരിക്കും ഒരു ലൊക്കേഷൻ ആക്കാം അല്ലേ? സംഭവമായിരുന്നു, അടിപൊളി. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്കത് പ്രിയക്ക് ഇഷ്ടമുള്ള എല്ലാ കോസ്റ്റ്യൂംസുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
ആ പ്രിയയുടെ സ്റ്റൈലിലാണ് മൊത്തം കോസ്റ്റ്യൂംസ് വന്നിരിക്കുന്നത്. കുറച്ചൊരു പാർട്ടി വെയർ പോലത്തെ ഒരു കോഡ് സെറ്റ് അല്ല, സൽവാറാന്ന് തോന്നുന്നു. എന്താ ഇത് പറ. ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് അതാ പറയാ, ഫുൾ ലൊക്കേഷൻ ആണ് ഇത്. ലക്സ് ഡസീനോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഇതാണ്. കുറച്ചും കൂടെ കാഷ്വൽ സ്ട്രീറ്റ് വെയർ ആണ്. അപ്പൊ ഞങ്ങളൊരു യൂറോപ്യൻ സ്ട്രീറ്റ് ഫീൽ ഒക്കെ ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പൽ ഈ ജോലിയായ ഇനി ചെയ്യാനൊന്നും. അതെ, ഇനി അടുത്തായിട്ട് ഫോട്ടോഗ്രാഫർ വേണ്ട. ഇത് നമ്മുടെ ഫസ്റ്റ് ബ്രാൻഡിന്റെ ലാസ്റ്റ് ഡ്രസ്സാണ്. പക്ഷെ ഫുൾ പച്ച മയമാണ് മൊത്തം സ്ഥലം. ആംബിയൻസും പച്ച, ഡ്രസ്സും പച്ച, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ചെയ്തു വരുമ്പോൾ സൂപ്പർ ആയിരിക്കും. റീല് നല്ല അല്ലെങ്കിൽ പ്രിയ നമ്മളെ വിശ്വസിച്ചാണ് ഏൽപ്പിച്ച് വരാത്തതാണ്. ഞാൻ പ്രിൻസ് ചെയ്തെന്ന് പറയും കേട്ടോ. പ്രിൻസ് ആണ് ഡയറക്ഷൻ ഒന്നുമില്ല. ഈ ദേവ് നടന്നു പോകുമ്പോ ഒരു പ്രാവിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ പറപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വൈറ്റിനെ കിട്ടിയ അത്രയും നല്ലത്. അത് കോഴിയാ, പ്രാവിനെയാണ് ബബ്ബാന്ന് പറഞ്ഞ് പിടിക്കാൻ പോകുന്നത്. അടുത്തതാണ് ലക്സ് ഡസീനോണ്ട്. നമ്മുടെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇവരുടെ ഡെയിലി വെയർ ആണ്. സോ എല്ലാ ദിവസവും ഒരാൾ നടന്നു പോകുന്ന ഒരു സ്ട്രീറ്റിൽ കൂടെ ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. കോൺസെപ്റ്റ് എൻ്റെ സ്റ്റൈലിസ്റ്റ് പ്രിയ. അടുത്ത കോസ്റ്റ്യൂമാണ്. അടുത്ത ബ്രാൻഡിന്റെ ടി ഡിസൈൻ എന്ന് പറഞ്ഞാണ്. ഇത് ഭയങ്കര ഒരു പാർട്ടി വെയർ ആണ് പ്രിൻസ്. പാർട്ടി വെയർ ആണ്. ഒരു 4 എണ്ണം വെച്ചെടുക്കണം. 4 അതേണ്ട് വേണം നമ്മുടെ സ്റ്റോറിന്റെ ബാക്കിയുള്ളതൊക്കെ എടുക്കാനായിട്ട്. പ്രിൻസും കൂടെ ഒന്ന് കൈവച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡിൽ നടക്കും. കുറച്ച് കപ്പിൾ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ. ആഷിഖ് മോഡലിംഗ് ചെയ്യില്ലേ? മോഡലിംഗും ചെയ്യില്ലേ അല്ലേ? ഓക്കെ, അതറിഞ്ഞാ മതി. നന്നായിട്ടുണ്ട് കേട്ടോ ഇത്. പക്ഷെ നമ്മുടെ ബാലി ബാഗും നമ്മുടെ ലക്സ് ഡിസൈനിന്റെ അല്ലേ, ലക്സ് ഡിസൈനുണ്ട്. അല്ല ഇതിന്റെ അല്ല, ഈ സെയിം പാറ്റേൺ ഷർട്ട് ഡ്രസ് പോലത്തെ. നൈസ്. കൊട എവിടെ? പ്രാവിനെ കിട്ടുവോ? ആഷിക്ക് ആദ്യമേ കണക്ഷൻ ഉണ്ടാക്കി എടുക്കണം ഒന്ന് പ്രാവായിട്ട്, എന്നാലേ വരുള്ളൂ. ഒന്ന് തീറ്റൊക്കെ കൊടുത്ത് കുറച്ച് വർത്തമാനൊക്കെ പറഞ്ഞ്. കൊള്ളാം കേട്ടോ. പക്ക ഒരു നൈസ് കാഷ്വൽ സ്ട്രീറ്റ് വെയർ പോലെയുണ്ട്. ബാഗ് കൂടെ വന്നപ്പോ സെറ്റായി. പ്രിൻസ് ആദ്യമായിട്ടല്ലേ ഫുൾ ടൈം ഷൂട്ട് നിൽക്കുന്നത്? എങ്ങനെയുണ്ട് സുഖം? പകുതി 3 മണിക്കൂറേ ആയിട്ടുള്ളൂ. ആ, ഇനി വൈകുന്നേരം 6 മണി വരെ എങ്ങനെയാണ്? സമ്മതിക്കണേ എന്നെ. പ്രിയനോട് പറഞ്ഞു കൊടുക്കാം കേട്ടാ. പ്രിയ കേസിലിരിക്കുക, ജാല ഡയറക്ഷൻ. ഇതും ടി ഡിസൈൻ്റെ ക്ലോതിങ് ആണ്. ഇവരുടെയും പറഞ്ഞല്ലേ പാർട്ടി വെയർ സംഭവം. എല്ലാത്തിലും ദുപ്പട്ടയുണ്ട്. സോ ദുപ്പട്ട വെച്ച് എന്തൊക്കെ ചെയ്യണം, എല്ലാത്തിലും വെറൈറ്റി ഉണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ക്രിയേറ്റീവ് ബുദ്ധി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? പിന്നെ കുറച്ച് നേരം തന്നെ ഉണ്ടല്ലോ. എന്താ ഈ ദേവുനെ ഓരോ തവണ പോയിട്ട് വരുമ്പോ ടോട്ടലി വേറെ വേറെ ലുക്കിലായിട്ടാ വരുന്നത്. നല്ല നടത്തുണ്ട് അല്ലേ? ഈ റിസോർട്ടിനകത്താണെങ്കിലും ദേവുവിന്റെ അപ്പുറം വെളിയിലാണ് ലൊക്കേഷൻ. ഞങ്ങൾക്ക് ബാക്കിയുള്ള സന്ധ്യയുടെ ലൊക്കേഷന്റെ അകത്താണ്. സോ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരിക. ഉച്ചയ്ക്ക് എന്തായാലും എല്ലാവർക്കും നല്ല വിശപ്പ് കാണും. ഞങ്ങള് വെയിലത്ത് പൊരിഞ്ഞ് നടക്കുവാണ്. ഇവിടെ എ സിയിലിരുന്ന്. എന്ത്? അതെ, ഞാൻ ഇന്ന് പ്രിയയുടെ ഡ്യൂട്ടി സ്റ്റൈലിസ്റ്റ് ആണ് അല്ലേ? പ്രിയ ദ സ്റ്റൈലിസ്റ്റ്. അതെ, ഞാൻ പറഞ്ഞു. പ്രിൻസ് കൊടയും പിടിച്ചോണ്ട് നടക്കുന്നുണ്ട്. ഡയറക്ഷൻ ഞാനാണല്ലോ. ഒരിക്കലും കൊള്ളാവില്ല. കൊള്ളാണെങ്കിൽ പ്രിൻസ് ആണ്. അതെങ്ങനെയാവും? സ്റ്റൈലിംഗ് ഗുഡ് ആണെങ്കിൽ പ്രിയ, വീഡിയോ ഗുഡ് ആണെങ്കിൽ ഞാൻ. അതാണ് സംഭവം. എല്ലാവരും റെഡി ആണ്. പിന്നെ ഫസീല ഉള്ളതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട് അല്ലേ? മേക്കപ്പ് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങള് ഫോട്ടോ നോക്കിയപ്പോ ഒരു രക്ഷയില്ല. എല്ലാം അയച്ചു തരാം, നോക്കിക്കോ. അടിപൊളിയായിരിക്കും. സഹാല, എനിക്കൊന്ന് സഹാലയാണ് ശരിക്കും എല്ലാം സ്റ്റൈൽ ചെയ്യുന്നത് കേട്ടാ. പ്രിയ വെറുതെ അവിടെ ഇരുന്നിട്ട് പറയുന്നേ ഉള്ളൂ എന്തൊക്കെയോ. രണ്ടാളും കൂടെ നമുക്ക് ഉച്ചക്ക് ബിരിയാണി കഴിക്കുമ്പോ ഇരിക്കാം. ഇതിന്റെ റിങ്ങും കമ്മലൊക്കെ നമ്മുടെ ഷോപ്പിലില്ലേ? എല്ലാം ഉണ്ട്. ഫുൾ. ഓക്കെ, എല്ലാ ഹാപ്പി സ്റ്റോറിലും കിട്ടുവേ. ഇതിപ്പം ഇത് ഇതിന്റെ തന്നെ ടി ഡിസൈൻ തന്നെയല്ലേ? ഇതും ടി ഡിസൈൻ്റെ ആണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫസിലെ ഓക്കെ ഓക്കെ ഓക്കെ, അതും നല്ലതാ. നൈസ്. അപ്പൊ ഇവരുടെ കഴിഞ്ഞിട്ട് ഒരു റീലും കൂടെ കഴിഞ്ഞിട്ട് ബ്രേക്ക്. ഓക്കെ, പിന്നെ ഫസീലയുടെ നമ്പർ തരണം, ഞാൻ അടിയിൽ കൊടുക്കാം മേക്കപ്പിനൊക്കെ വേണമെങ്കിൽ. പ്രിയനൊക്കെ മെനയാക്കി എടുക്കുന്നത് ഫസീലയാണ്.
അതും വേണമെങ്കിൽ കൊടുക്കാം. നമ്പർ കൊടുക്കാണ്ട് ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. പിന്നെ വിളിയോട് വിളിയായിരിക്കും. അതെ, ഡേറ്റിംഗ് കോൾസ് ആയിരിക്കും എല്ലാവർക്കും. പിന്നെ കല്യാണം കഴിഞ്ഞ് വലിയ മോനൊക്കെ ഉള്ള പക്ഷെ കണ്ടാ പറയില്ല, അതാണ് പ്രശ്നം. ഫസിലയുടെ മുഖം ഒന്ന് കാണട്ടെ. മോന്റെ നമ്പർ കൊടുക്കണോ? മോന് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. മോന് ഞാൻ പറഞ്ഞു ഏതോ ഒരു ഹിന്ദി മറ്റേ മോഡലിനെ പോലെ ഉണ്ടെന്ന്. മോന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അത് ഡൽഹിയിലൊക്കെ അല്ലേ പഠിച്ചത്, അതിന്റെയാണ്. എന്താ പറയാ, ഓരോ ടൈമിൽ ഓരോ ലുക്കായിട്ടാണ് വരുന്നത്. രണ്ടുപേരും ഫുൾ ഓൺ ആറ്റിറ്റ്യൂഡാണ്. ഈ റീൽ നമുക്ക് ഫുൾ ആറ്റിറ്റ്യൂഡാണ് വേണ്ട കേട്ടാ. നിങ്ങളുടെ അപ്പൊ തനി സ്വഭാവം കാണിച്ചാൽ മതി ഇവിടെ. ജാട. അതെ, ഓക്കെ. ഇവിടുത്തെ ഗുണം എന്താ പറയുക, ഇഷ്ടം മാതിരി ലൊക്കേഷൻ. ഒരു സിനിമ സെറ്റ് പോലെയാ, എവിടെ നോക്കിയാലും ലൊക്കേഷൻ. നടന്നു വരുന്നതാണ് നല്ല ഫ്രെയിമിൽ എടുക്കണ്ടേ. നിങ്ങൾ ശരിക്കും കിളികളെ പോലെ ഉണ്ട് കേട്ടാ. ക്രെഡിറ്റ് പ്രിൻസിനാണ്. ഇപ്പോഴാ മനസ്സിലായ തലക്കകത്ത് ഇത്ര ഐഡിയാസ് ഉണ്ട്. ഇത് നല്ല ഷോട്ടായിരിക്കും. ആക്ഷൻ. പൂജ വന്നിട്ടുണ്ട്. പൂജ ഇപ്പോഴാണ് കളത്തിലിറങ്ങിയ. പൂജ ആക്ച്വലി പ്രിൻസിന്റെ ക്ലാസ്മേറ്റ് ആണ് അല്ലേ? ഇത്രയും നല്ല കുട്ടികളൊക്കെ ഉണ്ട്. പ്രിൻസ് എന്തെങ്കിലും പോയേ അതാ ഇറക്ക്. ഞങ്ങൾക്ക് മോഡൽസ് പിന്നെ തപ്പുണ്ടല്ലോ. പക്ഷെ ഇത്തവണ നമുക്ക് എല്ലാ കിടില ആൾക്കാരെ കിട്ടിയ അല്ലേ? എല്ലാരും കിട്ടില്ലായിരുന്നു. ഞാൻ അടുത്തവണ പ്രിൻസിന്റെ ആൾക്കാർ കുറച്ചും കൂടെ ആവട്ടെ, നമുക്ക് കൂടുതൽ കാണിക്കാലോ. അതെ, ഇത് ബാങ്കോക്ക് ഫാഷന്റെ ആണ് ഈ ഡ്രസ്സ്. ഇനി ലഞ്ച് ബ്രേക്ക് ആണ്. എല്ലാവരോടും താഴെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലഞ്ച് ടൈം കഴിഞ്ഞുകൊണ്ട് അടുത്ത് എവിടെങ്കിലും പോയി കഴിക്കണം. ആഷിഖ് എന്താണ് വേണ്ടേ? വീഗൻ അല്ലേ? എനിക്ക് അവിടെ എന്താണോ വീഗനായിട്ടുള്ളത് പച്ചലയാണെങ്കിലും കഴിക്കും. പച്ചക്ക് പ്രാവിനെ പിടിക്കാതെ ഇവിടുന്ന് പോണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ബാക്കി എല്ലാരും ഉറക്കം തൂങ്ങിയിരിക്കുവാണ്. പ്രത്യേകിച്ച് പൂജ നോക്ക്, ആ കാലും കൂടെ വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ നിവർന്ന് ഒറ്റ കിടപ്പാണ്. ആരാ? പൂജ അല്ലേ? ബാ, ഇനിയിപ്പോ 10 റീൽ എടുക്കാറുണ്ട് 5 മിനിറ്റ് 2 മണിക്കൂറിൽ 10. നമ്മുടെ ഓർമ്മയില്ലേ ബീച്ചിൽ കൂടെ? അതിന് അത് പ്രിൻസും പൂജയും ടാൻഡം സൈക്ലിംഗ് ചെയ്യിപ്പിക്കാം. ഇപ്പൊ അതെ വൈകുന്നേരം ആയപ്പോ ലുക്ക് മൊത്തം മാറ്റി, കുറച്ചും കൂടെ ഒരു ട്രഡീഷണൽ ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഓൾ വൈറ്റ് ആണ്. അതും അറിയാലോ പ്രിയയുടെ ഫേവറേറ്റ് കളേഴ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. ഫുൾ ഡയറക്ഷൻ ഞങ്ങളാണ്. അപ്പൊ റീൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാ. പ്രിയയുടെ കോസ്റ്റ്യൂം പ്രിയ അത് കൊറിയൻ ലുക്കിലേക്ക് വിട്ടിരിക്കുവാണ് പൂജനെ. ഇത് ബാങ്കോക്ക് ഫാഷന്റെ ആണ്. നമ്മൾ കൊറിയൻ ഡിസൈനർ വെയർ വിൽക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയ പാൻസ് ആണിത്. ഇറ്റ് സൂട്ട്സ് യു വെൽ. നൈസ്. എനിക്കൊന്ന് ഇത്തവണ പൂളിന്റെ സൈഡിൽ എടുത്തു നോക്കാം. പ്രിൻസ് സൈഡിൽ നിന്നോ വീണ ചാടി രക്ഷിച്ചോണം. നീന്താ അറിയോ? രക്ഷിക്കാം അല്ലേ? ബാബാ നല്ല കോസ്റ്റ്യൂംസ് ആണ്. ഒരു ഹാപ്പി സ്റ്റോറിന്റെ ഇതും അവൈലബിൾ ആണ്. ഫുൾ സ്റ്റൈലിംഗ് പ്രിയയുടെയാണ് കേട്ടാ. സോ വീണ്ടും ഞാൻ പറയാണ്, സ്റ്റൈലിംഗ് ഒക്കെ നിങ്ങൾ പറയാ എങ്ങനെയുണ്ടെന്ന്. നമ്മളെങ്കാട്ടി ഇൻട്രസ്റ്റ് ആണ് ഇവർക്ക് ഫോട്ടോസ് വീഡിയോസ് എടുക്കാം. അങ്ങനത്തെ ആൾക്കാരെ കിട്ടിയ അടിപൊളി. ഇഷ്ടംമാതിരി ഫോട്ടോസും വീഡിയോസും ഉണ്ട് കേട്ടോ. ഒരുപാട് റീൽസ് കാണും, ഒരുപാട് അടിപൊളി ഫോട്ടോസ് കാണും. കുറച്ചൊക്കെ വ്ളോഗിന്റെ അവസാനം വെക്കാം. ഗൈസ്, പിന്നെ വേറൊരു കാര്യം കൂടെ അനൗൺസ് ഉള്ളത്, നമ്മുടെ സ്റ്റോറിൽ ഒരു ചെറിയൊരു കോൺടെസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഗെറ്റ് സ്റ്റൈലിഷ് വിത്ത് OHF എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറി വന്ന് 3000 രൂപയുടെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോറിൻ്റെ അകത്ത് വെച്ച് നമ്മുടെ ലോഗോ കാണുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്ത് നമ്മളായിട്ട് കൊളാബറേറ്ററായിട്ട് പോസ്റ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന 3 ഫോട്ടോസിന് ബാങ്കോക്ക് ഫാഷനിൽ നിന്ന് ഏത് ഔട്ട്ഫിറ്റ് വേണമെങ്കിലും എടുക്കാം. മാർച്ച് 15 വരെയാണ് കോൺടെസ്റ്റ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്നവർക്ക് ഏത് ഔട്ട്ഫിറ്റ് കേട്ടോ, ഒരു ബഡ്ജറ്റോ ഒന്നുമില്ല, ഏത് ഔട്ട്ഫിറ്റ് വേണമെങ്കിലും എടുക്കാം. ഒരാൾക്കല്ല 3 പേർക്ക്. സോ എല്ലാവരും കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സ്റ്റോറി വന്ന് ഫോട്ടോ എടുത്ത് നമ്മളെ കൊളാബറേറ്ററായിട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. അതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്. വാട്സാപ്പ് ചാനലിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും. അല്ലാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്. സ്റ്റാർട്ട് പോയി നേരത്തെ ആയിപ്പോയി. അഞ്ചുന് ട്രെയിൻ 6 മണിക്ക് തിരിച്ച് ട്രിവാൻഡ്രത്തേക്കുണ്ട്. ട്രിവാൻഡ്രത്ത് ഓടി വന്നതാണ്. നെക്സ്റ്റ് ടൈം ബൈ. വിഷമമുണ്ടെന്ന് പോവാൻ. ബാങ്കോക്ക് ഫാഷന്റെ നമ്മുടെ പൂക്കൾ ടോപ്പിന്റെ ഒരു വേരിയേഷൻ സംഭവമാണ്. ഇത് ഓൾസോ ബ്യൂട്ടിഫുൾ. എന്തൊരു കളറല്ല ഇത്. സ്ക്രീനിലൊക്കെ ഇറങ്ങി ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ ഇത് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. സംഭവമായിട്ടുണ്ട്. അടിപൊളിയല്ലേ ആശി? അല്ലേ? അത് പറയണം അങ്ങനെ. ഇതിന്റെ തന്നെ റെഡും കൂടെ ഉണ്ടെന്ന് പ്രിയ ഇപ്പൊ പറഞ്ഞാണ്. ദൂരേന്ന് വരുമ്പോ തന്നെ എന്തൊരു അട്രാക്ഷൻ ആണ് നോക്ക്. നല്ല കളറ്, നല്ല ബ്രൈറ്റ് കളേഴ്സ്. നല്ല വൈബ്രന്റ് അല്ലേ? അപ്പൊ വ്ളോഗും അല്ല സോറി റീലും അതുപോലെ വൈബ്രന്റ് ആക്കി തരണം.
എന്തേ സാരി വന്നിട്ടുണ്ട് കേട്ടോ. ഇവരെ മനസ്സിലാവുന്നില്ല സാരി എടുത്തപ്പോ, വേറെ ആൾക്കാർ വന്ന് നിൽക്കുന്ന പോലെ. അടിപൊളി, നൈസ്. ഇതിപ്പോ രണ്ട് ഫ്രണ്ട്സിന്റെ ബോണ്ടിങ് ആണ് ഇത് കാണിക്കുന്നത്. നമ്മൾ കാൻഡിഡ് കേട്ടാ, സാരിയൊക്കെ പറഞ്ഞു പോകുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത്, അതായിരിക്കും നമ്മുടെ റീലിലെ ഹൈലൈറ്റ് ഒക്കെ ആയിട്ട് വരുന്നത്. ആത്മാർത്ഥതയോടെ അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിക്കണ്ട, നാച്ചുറൽ. കിട്ടിയോ? ഡോഗ്സ് ആയിരുന്നേ. അപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഒരു നോസ്റ്റാൾജിയ ബാക്ക്ഗ്രൗണ്ട്, മറ്റേ പഴയ കൂൾ ഡ്രിങ്ക്സിന്റെ ഒക്കെ. അങ്ങനെ ആഷിക്ക് ഡോഗിനെ മാറ്റിച്ച് ബിസ്ക്കറ്റ്, ഗുഡ് ഡേ ബിസ്ക്കറ്റ് കൊടുത്ത് ഡോഗിനെ മാറ്റിച്ച് അവർക്ക് ഗുഡ് ഡേ ആയി. ഫുൾ വൈബാണ് നമ്മുടെ ഈ ടീം എന്ന് പറയുന്നത്. സത്യമായിട്ടും എനിക്ക് അതാ തോന്നുന്നത്. ഈ ചൂടത് ഇത്രയും നേരം നിന്നിട്ട് വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ ഒറ്റ ചാട്ടം ഈ ഒരു ആംബിയൻസിൽ. സെറ്റപ്പ് സ്ഥലമാണ് ശരിക്കും. താമസിക്കാൻ തോന്നില്ല ഒരു ദിവസം? പറയാം, ഇന്നലെ മര്യാദക്ക് വിളിച്ചല്ലേ. സ്റ്റൈലായിട്ടുണ്ട് രണ്ടുപേരും, നല്ല യോ ആയിട്ടുണ്ട്. റീലല്ലേ യോ ആക്കണം. ഓക്കെ, തുടങ്ങിക്കോ. സോ മച്ച്. അടുത്ത ഷൂട്ടിന് കാണാം. അപ്പോൾ അടിപൊളിയായിരുന്നു, എല്ലാ മോഡൽസും അടിപൊളിയായിട്ട്. വ്ളോഗ് കണ്ടിട്ട് അവിടെ ഫോട്ടോസൊക്കെ അയച്ചു തരാം കേട്ടാ. താങ്ക് യു. താങ്ക് യു. ശരി. അടുത്തത് ഇത് നമ്മുടെ ബാങ്കോക്ക് ഫാഷനാണ്. 3 ഡ്രസ്സ് 3 കളേഴ്സ്, സെയിം പാറ്റേൺ. ശരിക്കും ദീവാസ് അല്ലേ? 3 ദീവാസ് നടന്നു പോകുന്നു. എന്തേ ഈ പ്രിൻസിനെ ഡയറക്ഷൻ ഏൽപ്പിച്ച ഇതാണ് പ്രശ്നം. കിട്ടിയില്ല. റീടേക്ക്. ഇതൊരു 50ാമത്തെ ടേക്ക് ആയിട്ടാ. വേഗം അവിടെ സണ്ണ് സെറ്റ് ആവും. നമുക്ക് ഈ പ്രൈവറ്റ് ബീച്ച് ഏരിയ ഉള്ളതുണ്ടല്ലോ, ഷൂട്ട് ചെയ്യാൻ അടിപൊളിയാണ്. ഒരു ലൊക്കേഷൻ്റെ ഒരു കുഴപ്പമില്ല. ഇത് നമ്മുടെ മാളിയേക്കലിൻ്റെ പ്രൈവറ്റ് ഏരിയ ആണ്. മാളിയേക്കൽ റിസോർട്ട് അതാണ്. ഈ ഏരിയ പ്രൈവറ്റ് ബീച്ച് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇംപ്രൂവൈസ് ചെയ്ത് ഇവിടം വരെ എത്തിക്കണ്ട. താഴെ ഇടാൻ ചേട്ടാ പൂജനെ. പ്രിൻസാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഒടിഞ്ഞു കഴിഞ്ഞാൽ പൂജയുടെ അച്ഛനമ്മ പ്രിൻസിനാണ് അതെ ചെലവ് വഹിക്കേണ്ടത്. ഏകദേശം അത്യാവശ്യം പണിയെടുത്ത് ഒരാൾ അവശത നോക്ക്, നല്ല ഇൻസേർട്ട് ചെയ്ത് നല്ല കുട്ടപ്പനെ വന്ന ആളാ. തിരിച്ചെന്തോ മറ്റേ 10 വർഷം മറ്റേ ആടുജീവിതം പോലെ ആയിട്ടാ പോകുന്നതെന്ന് തോന്നുന്നു. ഒരു ദിവസം പണിയെടുത്തതിന് അറിഞ്ഞില്ല അല്ലേ? ഇതാണ് രാവിലെ ഞങ്ങൾ 7 മണിക്ക് തുടങ്ങി, ഇപ്പൊ കറക്റ്റ് 6:30 സംഭവം. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ആനന്ദ കണ്ണീര്. പിന്നെ ഞാൻ പറഞ്ഞ പ്രിൻസ് മറ്റേ ആടുജീവിതം മാതിരിയായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് വന്നിട്ട് അവസ്ഥ ആ കോലമായി. അപ്പൊ ഏകദേശം എല്ലാം ഓക്കെ ആയല്ലോ അല്ലേ? താങ്ക് യു ഗൈസ്, നിങ്ങൾ വന്നതിൽ ഒരുപാട് താങ്ക്സ്. ഇത്രയും പെട്ടെന്ന് ഇത്രയും വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കഴിഞ്ഞ ഓണത്തെ കാട്ടി കൂടുതൽ ചെയ്തു അല്ലേ? ഇത് സഹാലം മാത്രം കുറച്ച് സ്ലോ ആയിരുന്നു ഇരുന്നത്. പ്രിയ വിളിച്ചാണ് ഞാൻ എന്നാ ഓക്കെ. അതേ വന്നു ഇല്ല, വേറെ ഏതോ വഴിയൊക്കെ പോയി. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് നോർമൽ കിളി പോവാത്ത ടൈം ഉണ്ടെങ്കിലല്ലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് നോർമൽ, എങ്ങനെയാണ് കിളി പോയപ്പോ. ഇത് എപ്പോഴും ഒരേ റേഞ്ചാ. ക്ഷീണിച്ചാ? അതാണ് വീഗൻ ആയുള്ള പ്രശ്നം. ഇരിപ്പ് നോക്ക്. നമുക്ക് മോഡൽസിനാണ് കുറച്ച് റിലാക്സേഷൻ ടൈം. ഇവര് ഒരു മോഡല് വന്ന് ഡ്രസ് മാറുമ്പോഴത്തേക്ക് അടുത്ത മോഡൽ വരും അല്ലേ? അവരെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്ത മോഡൽ വരും. അങ്ങനെയാന്നില്ലേ? അതനുസരിച്ചിട്ടാണ് ഞാൻ വിട്ടത്. എനിക്കറിയാം, അതാണ് ഇവിടെ ഒരാള് ഇവിടെ ഇരുന്നത്. അടുത്ത അവിടെ ഞങ്ങള് സ്റ്റൈലിസ്റ്റ് ആ പ്രിയ ഡയറക്ടറാവ് ആയിരുന്നല്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ട ആഷിഖിന്. ആദ്യമായിട്ടാ പറയുന്നത്. ഷെയ്ഡ്സ് ഒക്കെ വന്നില്ലേ, അതൊക്കെ അതിന് എക്സ്ട്രാ ഒരു ലുക്ക് കൂടുതൽ എടുത്തിട്ടുണ്ട് ആ ഡ്രസ്സിന്. ഓവറോൾ എക്സ്പീരിയൻസ്. പക്ഷെ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷന്റെ ഭംഗി ഈ റീൽസിൽ വരുമ്പോ നോക്കിക്കോ. ഈ എല്ലാ റീൽസും വേറെ ലെവലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ കോപ്പറേഷൻ ചെയ്ത മാളിയേക്കൽ ഹെറിറ്റേജിന് ബിഗ് താങ്ക്സ് അല്ലേ? ഇനി നമ്മൾ റീലൊന്നും ഇല്ലാതെ ഒന്നും കൂടെ സ്റ്റേ ചെയ്യാൻ വരുന്നതായിരിക്കും. അന്ന് വേണം സ്പാ മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ. അതെ, ഞാൻ പോയി കണ്ടു, സംഭവമാണ്
ഭയങ്കര അടിപൊളിയാ, ഭയങ്കര കാം ആൻഡ് പീസ് അതിൻ്റെ അകത്ത്. വിളക്കൊക്കെ കത്തിച്ചു വെച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ ബൈ. ആട് ജീവിതം. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ള പോകും അഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ള പോകും അഴകേ.